Hello everyone, this is RJ Sneha coming to you from Amrita Kairili Vidya Bhavan School Radio Shraddha. ജൂലൈ 23 ദേശീയ റേഡിയോ പ്രക്ഷേപണ ദിനം. പ്രഭാതങ്ങളെ തൊട്ടുണർത്തുന്ന ഈ സംഗീതം കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. റേഡിയോ പ്രക്ഷേപണത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള ചെറു വിവരണവുമായിട്ടാണ് ഇന്ന് ശ്രദ്ധയിലെ കൂട്ടുകാർ എത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ റേഡിയോ പ്രക്ഷേപണത്തിന് തുടക്കം കുറിച്ചത് 1923 ബോംബെ പ്രസിഡൻസി റേഡിയോ ക്ലബ്ബാണ്. എന്നാൽ സംഘടിതമായ പ്രക്ഷേപണ സംവിധാനത്തിന് അടിത്തറ പാകിയത് 1927 ജൂലൈ 23 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ബോംബെ നിലയത്തിലെ ഉദ്ഘാടനത്തോടെയാണ്. അന്നത്തെ വൈസ്രോയി ആയിരുന്ന എർവിൻ പ്രഭുവായിരുന്നു ഉദ്ഘാടകൻ. കൊൽക്കത്തയിലും IBC ഒരു നിലയം സ്ഥാപിച്ചു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്ന് 1930 കമ്പനി അടച്ചുപൂട്ടുകയും പ്രക്ഷേപണ സംവിധാനം സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു. 1930 ഏപ്രിൽ 1 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്ന പേരിൽ സർക്കാർ പ്രക്ഷേപണം ആരംഭിച്ചു. 1936 ജൂൺ 8 ഈ സ്ഥാപനത്തിൻ്റെ പേര് ഓൾ ഇന്ത്യ റേഡിയോ എന്നാക്കി. കൊൽക്കത്തയിലെ ഷോർട്ട് വേവ് സർവീസിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ കവിതയിൽ നിന്നാണ് ആകാശവാണി എന്ന മനോഹരമായ പേര് AIR സ്വീകരിച്ചത്. ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിൽ വളരെ വേഗം ഈ പേരിടം പിടിച്ചു. മൈസൂരുവിൽ 1935 സ്ഥാപിച്ച ഒരു സ്വകാര്യ റേഡിയോ സ്റ്റേഷനും ഇതേ പേരുണ്ടായിരുന്നതായി ചരിത്രം പറയുന്നു. സ്വാതന്ത്ര്യ സമരവും ആകാശവാണിയും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിലും ദേശീയ നേതാക്കളുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും റേഡിയോ നിർണായക പങ്ക് വഹിച്ചു. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആസാദ് ഹിന്ദ് റേഡിയോയും സ്വാതന്ത്ര്യ സമര സേനാനികൾ രഹസ്യമായി നടത്തിയ കോൺഗ്രസ് റേഡിയോയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പോരാട്ടങ്ങൾക്ക് ഊർജം പകർന്നു. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെന്ന വാർത്ത രാജ്യത്തെ അറിയിച്ചതും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ രാഷ്ട്രത്തോടുള്ള ആദ്യ അഭിസംബോധന പ്രക്ഷേപണം ചെയ്തതും ആകാശവാണിയിലൂടെയായിരുന്നു. ഗാന്ധിജിയുടെ വിയോഗവും അടിയന്തരാവസ്ഥ പ്രഖ്യാപനവുമെല്ലാം രാജ്യം അറിഞ്ഞതും അതിലൂടെ തന്നെ. റേഡിയോ പ്രക്ഷേപണത്തിൻ്റെ വളർച്ചയുടെ നാൾവഴികൾ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ പുനർനിർമ്മാണത്തിലും വികസനത്തിലും ആകാശവാണി പ്രധാന പങ്കുവഹിച്ചു. കാർഷിക, വിദ്യാഭ്യാസ, ആരോഗ്യ, കുടുംബക്ഷേമ പരിപാടികൾ ഗ്രാമാന്തരങ്ങളിൽ എത്തിക്കുന്നതിൽ റേഡിയോ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തിൽ ഊന്നി ആകാശവാണി പ്രവർത്തിച്ചു. വാർത്തകൾ, വിനോദ പരിപാടികൾ, ശാസ്ത്രീയ സംഗീതം, നാടകങ്ങൾ എന്നിവയിലൂടെ ആകാശവാണി ഇന്ത്യൻ ജനജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറി. 1957 ഓൾ ഇന്ത്യ റേഡിയോയുടെ വൈവിധ്യമാർന്ന പരിപാടികൾക്കായി വിവിധ് ഭാരതി എന്ന പ്രത്യേക ചാനൽ ആരംഭിച്ചു. 1977 ജൂലൈ 23 ഇന്ത്യയിൽ ആദ്യമായി FM പ്രക്ഷേപണത്തിന് ചെന്നൈയിൽ തുടക്കം കുറിച്ചത് പ്രക്ഷേപണ രംഗത്തെ മറ്റൊരു നാഴികക്കല്ലായി. ആധുനികവൽക്കരണവും ഡിജിറ്റൽ മാറ്റവും. കഴിഞ്ഞ ദശകത്തിൽ ആമസോൺ അലക്സയിൽ മൊബൈൽ ആപ്പ്, യൂട്യൂബ് ചാനൽ, വോയിസ് സേവനങ്ങൾ എന്നിവ ആരംഭിച്ചുകൊണ്ട് ആകാശവാണി പുതിയ കാലത്തെ പ്ലാറ്റ്ഫോമുകളുമായി പൊരുത്തപ്പെട്ടു. 2024 അവർ AI അധിഷ്ഠിത ലിസണർ സേവനങ്ങൾ അവതരിപ്പിച്ചു. ഇത് ഇന്ത്യയിലെ ജനസംഖ്യയുടെ 98% 23 ഭാഷകളിലും 146 ഭാഷകളിലും ഉള്ളടക്കം വാഗ്ദാനം ചെയ്തു. പ്രാദേശിക വാർത്തകൾക്കും വിനോദങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന FM ചാനലുകൾക്ക് ഇന്ന് വലിയ സ്വീകാര്യതയാണുള്ളത്. ദേശീയ പ്രക്ഷേപണ ദിനം കേവലം ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല,
ശബ്ദവീചികളിലൂടെ ഒരു ജനതയുടെ ഹൃദയത്തെ തൊട്ടുണർത്തിയ, വിജ്ഞാനവും വിനോദവും ഒരുപോലെ പകർത്തു നൽകിയ ഒരു മാധ്യമത്തോടുള്ള ആദരം കൂടിയാണ്. ദൃശ്യമാധ്യമങ്ങളുടെയും ഇന്റർനെറ്റിന്റെയും കടന്നുവരവോടെ റേഡിയോയുടെ പ്രതാപം കുറഞ്ഞുവെന്ന് തോന്നാമെങ്കിലും ഇന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനകീയ മാധ്യമങ്ങളിലൊന്നായി റേഡിയോ നിലനിൽക്കുന്നു. പ്രത്യേകിച്ചും FM റേഡിയോകളുടെയും കമ്മ്യൂണിറ്റി റേഡിയോകളുടെയും വരവോടെ പ്രക്ഷേപണം കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു. മാറുന്ന കാലത്തിനനുസരിച്ച് പുതിയ സാങ്കേതിക വിദ്യകളെ സ്വാംശീകരിച്ച് പ്രക്ഷേപണ രംഗം മുന്നോട്ട് കുതിക്കുമ്പോൾ അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും സാമൂഹിക ഉത്തരവാദിത്വവും നാം ഓരോരുത്തരും ഓർമ്മിക്കേണ്ടതുണ്ട്. FM ഗുണനിലവാരത്തിൽ ദീർഘദൂരം സുവ്യക്തമായ റേഡിയോ പ്രക്ഷേപണം ലഭിക്കും. ഒപ്പം ചിത്രങ്ങളും ഗ്രാഫിക്കുകളും ഡേറ്റയും ഈ ഡിജിറ്റൽ പ്രക്ഷേപണം സ്വീകരിക്കാൻ കഴിവുള്ള റേഡിയോ സെറ്റുകളിൽ ലഭിക്കും. പ്രക്ഷേപണ രംഗത്ത് ഭൂമിശാസ്ത്രാതിർത്തികളെ നിഷ്പ്രഭമാക്കുന്ന DRM ഭാവിയിൽ MW പ്രക്ഷേപണത്തെ ആദേശം ചെയ്യുമെന്ന് കരുതപ്പെടുന്നു. റേഡിയോ പ്രക്ഷേപണ രംഗത്തെ ഏറ്റവും പുതിയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ട സാങ്കേതിക വിദഗ്ധരുടെയും പ്രക്ഷേപകരുടെയും ഒരു കൺസോർഷ്യമാണ് ഡിജിറ്റൽ റേഡിയോ മോണ്ടിൽ അഥവാ DRM. മോണ്ടിൽ എന്നത് ലോകവ്യാപകം എന്നർത്ഥം വരുന്ന ഫ്രഞ്ച് പദമാണ്. ഇന്ന് ഈ ചുരുക്കപ്പേര് ഡിജിറ്റൽ റേഡിയോ പ്രക്ഷേപണം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഏറെ ഇഷ്ടത്തോടെ പറയട്ടെ, അമൃതകേരളി വിദ്യാഭവൻ നെടുമങ്ങാട് നമ്മുടെ പ്രിയപ്പെട്ട സ്കൂളിലും FM റേഡിയോ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. Our school radio, Shraddha FM radio station, is the heartbeat of our campus, a platform that gives every student a voice and every idea a stage. Managed entirely by students under the guidance of teachers, Shraddha FM radio station broadcasts a wide range of programs that are both educational and entertaining. From motivational speeches and awareness campaigns to music shows, poetry readings, quiz hours and storytelling sessions, Shraddha FM radio station keeps the school community informed, inspired and entertained. It operates on a regular schedule during breaks, ensuring that students eagerly tune in for each session. The topics are carefully chosen to reflect current events, moral values, academic tips and creative talents, making each broadcast meaningful. Special days and festivals are also celebrated through themed content, interviews and live segments. Shraddha FM radio station not only builds confidence, teamwork and speaking skills among students, but also strengthens the bond between students and teachers, making it a proud initiative that reflects the spirit of our school. റേഡിയോ പ്രക്ഷേപണത്തെക്കുറിച്ചുള്ള ചരിത്രവും അതിൻ്റെ വളർച്ചയും എൻ്റെ കൂട്ടുകാരെ ആകർഷിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ സംസ്കാരവും സംഗീതവും വാർത്തകളും ജനങ്ങളിലേക്ക് എത്തിച്ച ഈ മാധ്യമത്തെക്കുറിച്ച് അറിയാനായത് അത്യന്തം മനോഹരമായ ഒരനുഭവമായിരുന്നു. കൂടുതൽ കൗതുകകരമായ വിശേഷങ്ങളുമായി ഞങ്ങൾ ഉടൻ വീണ്ടും എത്തുന്നതാണ്. Thank you for spending your time with us today. I'm Meghna MS of Class 9 signing off from Amritakarli Vidyabhavan Shraddha FM radio station. Until we meet again, take care and keep listening.